കഴിഞ്ഞ പ്രാവശ്യം ഒറോട്ടിയുടെ വീഡിയോ ഇട്ടപ്പോൾ എനിക്കതിൽ കുറേ DM വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ഒറോട്ടി ഉണ്ടാക്കുന്നത്, ഇത് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യണം എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ അളവ് എത്രയാണ്, ഏതാണ് ബ്രാൻഡ് എന്നൊക്കെ. സോ ഞങ്ങൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് വന്നിട്ട് ഓക്കെ എന്ന് പറയുന്നൊരു ബ്രാൻഡിനാണ്. ഇത് അറ്റ്ലീസ്റ്റ് 8 വർഷമായി ഞങ്ങൾ ഈ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നു. ഇത് മിനിമം ലാർജിൽ മിനിമം തിക്നെസ്സിൽ വരുന്ന ഒരു 5 mm സൈസിൽ വരുന്ന ഒരു നോൺ സ്റ്റിക്കാണ്. 8 വർഷം എന്ന് പറയുമ്പോൾ അത്രയും പഴകിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ സെയിൻ എന്ന് പറയുന്ന ഫുഡ്സിൻ്റെ ഒറോട്ടിപ്പൊടിയാണ്. ഞങ്ങൾ ഇപ്പം ഇതിൽ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങൾ പഴയ രീതിക്ക് ഉണ്ടാക്കുന്ന സെയിം ഒറോട്ടീൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഇത് യൂസ് ചെയ്യണത്. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു മാനുഫാക്ചേഴ്സ് ആണ്. സോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഒറോട്ടിപ്പൊടി ഞങ്ങൾക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടും. അപ്പം ഞങ്ങളിങ്ങനെ വാങ്ങിക്കുമ്പോൾ 15 കിലോ 20 കിലോ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കും. ഈ പൊടി ഇപ്പം എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള സെയിം വേയിലുള്ള സെയിം ടെക്സ്ചറുള്ള ഒറോട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞു തരാവേ. സോ നമ്മൾ റേഷനരി എടുക്കുമ്പോൾ 2 കിലോ റേഷനരിക്ക് 1 കിലോ പച്ചരി, അതായത് 2 കിലോ റേഷനരിക്ക് 1 കിലോ പച്ചരി എന്നുള്ള കണക്കിന് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മുഴുവൻ കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാ മില്ലിൽ പോയിട്ട് നമ്മൾ നൈസായിട്ട് പൊടിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഒറോട്ടിക്ക് പൊടിക്കുന്നതെന്നോ അല്ലെങ്കിൽ പത്തിരിക്ക് പൊടിക്കുന്നതെന്നോ അങ്ങനെ നൈസായിട്ട് പൊടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ പൊടിച്ചിട്ട് തരും. പിന്നെ നമ്മൾ കടയിൽ നിന്ന് നല്ല വെള്ളക്കുറവ് വാങ്ങിക്കുക. വെള്ളക്കുറവ് വാങ്ങിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അത് വെള്ളം ഇച്ചിരി തിളപ്പിക്കാൻ വെക്കുക. നമ്മൾ ഒറോട്ടി ഉണ്ടാക്കണേന് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മൾ മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയണത്. സോ വെള്ളക്കുറവ് വാങ്ങിച്ചിട്ട് വെള്ളം ഇളം ചൂടുവെള്ളത്തിൽ പൊതിർത്തിട്ട് അത് മൂടി വെക്കുക. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യുക ചൂടുവെള്ളത്തിൽ. അധികം വെള്ളം അങ്ങനെ തിളക്കാൻ പാടില്ല. ഒരു നോർമൽ നമുക്ക് വിരലൊക്കെ മുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചൂട് മതി. സോ അതിൽ 1 മണിക്കൂർ പൊതിർത്തിയതിന് ശേഷം ആ അരിയുടെ ടെക്സ്ചർ ഒന്ന് മാറും. ആ ഒരു സമയത്ത് 1 മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ട് മിക്സിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പൊടിപ്പിച്ചിട്ട് കൊണ്ടുവന്ന, അതായത് റേഷനരിയും പച്ചരിയും കൂടെ പൊടിപ്പിച്ചിട്ട് കൊണ്ടുവന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. വെള്ളം അഥവാ കൂടിപ്പോയാലും കുഴപ്പമില്ല. നമുക്ക് ആ അരിപ്പൊടി ഇട്ടിട്ട് നമുക്കത് ബാലൻസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ടെക്സ്ചർ കിട്ടും. ബാക്കി വരുന്ന അരിപ്പൊടി നമുക്ക് എടുത്തിട്ട് സ്റ്റോർ ചെയ്യാം. ആവശ്യമുള്ളപ്പം അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. സോ നമ്മൾ പിന്നെ അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബൗളാക്കി വെക്കും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. അങ്ങനെ കുഴച്ച് വെച്ചതല്ല, ഞങ്ങൾ ബോൾസാക്കി വെച്ചു. പിന്നെ ഈ ഒരു ഇത് വന്നിട്ട് ട്രാൻസ്പെറൻറ്റ്, അത് നമുക്ക് ഓയിലിൻ്റെതോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിപ്പൊടി വാങ്ങിച്ചത് എന്തിൻ്റെങ്കിലും ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി എണ്ണ യൂസ് ചെയ്യാം. നിർബന്ധമില്ല. ഓരോരുത്തരുടെ അരിയുടെ ടെക്സ്ചർ കൈമേൽ പറ്റിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഓരോ ബൗൾ എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ബൗളാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കും. എന്നിട്ട് അപ്പുറത്തെ പോർഷൻ കൊണ്ട് കവർ ചെയ്തിട്ട് മുകളിൽ ഇതേപോലത്തെ നൈസായിട്ടുള്ളൊരു പ്ലേറ്റ് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, ആ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളെ ചൂടായ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവണം വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിടും. ഏകദേശം വെന്തെന്നുള്ളൊരു അവസ്ഥ എത്തുമ്പോൾ നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്തിട്ട് ഒറോട്ടിയുടെ ചുറ്റും നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കും. അപ്പോൾ അതിങ്ങനെ ബൗള് പോലെ പൊന്തി വരും. ആ ഒരു സമയമാണ് അതിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറയുന്നത്. അതായത് ബൗള് പോലെ പൊന്തി വരുന്നതിൻ്റെ അർത്ഥം അത് വെന്തു എന്നുള്ളതാണ്. വെന്തതിനെ നമ്മളൊരു കാസറോളിലേക്ക് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് തേങ്ങയും വെള്ളവും ഉപ്പ് ഇട്ടിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ വെന്ത് വന്ന ഒറോട്ടി ഡയറക്റ്റ്ലി ചൂടോടുകൂടി തന്നെ ആ തേങ്ങാപ്പാൽ മുക്കിയിട്ട് നമ്മൾ വേറൊരു കാസറോളിലേക്ക് മാറ്റി. മുഴുവൻ ഒറോട്ടി ഇതേപോലെ തേങ്ങാപ്പാൽ മുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ആർക്കേജും കൂടെ ആക്കി കൊടുത്തു കേട്ടോ. ചൂടോടും കൂടെ തന്നെ ആക്കി കൊടുത്തത് നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇനി എങ്ങനെ ഇത് കഴിക്കുന്നത് എന്നുള്ളത് കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒറോട്ടിക്ക് കോമ്പിനേഷൻ വന്നിട്ട് എല്ല് കറിയാണ് കേട്ടോ, ബീഫിൻ്റെ. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു, പിന്നീട് എല്ല് കറി ഒഴിച്ചിട്ട് ഞാനൊരു പിടി പിടിച്ചു. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.